കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 11:30 വരെയാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകൾ ഭാഗികമായി തകർന്നു. 5 തെങ്ങ് തീരദേശ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുമുണ്ട്. പൂത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഇരവിപുരം, ആലപ്പാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധനങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. പിള്ളേരെ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ ഇട്ടായിരുന്നല്ലോ രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 മണിയായപ്പോഴാണ് ആ ടൈലും ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. കടല് നടു 12 മണി സമയമായപ്പോ ഭയങ്കരമായ ശക്തിയായിട്ട് അടിച്ചു. അമ്മ ഇവിടെ പെര കുറഞ്ഞിട്ടുണ്ട് വെള്ളം പോകാൻ. ഇതിന്റെ അകത്തും കയറി അമ്മ തൈ കട്ടിൽ കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ചേരുന്നു തിരുവനന്തപുരത്തെ പൂന്തുറ തീരത്ത് നിന്നും. അഖിൽ ഷാ, ഈ കള്ളക്കടൽ പ്രതിഭാസമാണോ എല്ലാ ഇടങ്ങളിലെയും കടൽക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? അവിടെ ഈ തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടോ? അവർക്ക് എന്തെല്ലാം ആശങ്കകൾ ഇപ്പോഴുണ്ട്? പരാതികളുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം അത് തീരദേശ പോലീസിന് ഉപയോഗിച്ചുൾപ്പെടെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തീരദേശ റോഡുകളിലൂടെ അനൗൺസ്മെന്റുകളായി തന്നെ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ പ്രദേശത്തൊക്കെ കാണുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ളത് തന്നെയാണെന്നുള്ളതാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നത് അഞ്ചുതെങ്ങ് പൂത്തുറ പ്രദേശത്താണ്. ഇവിടെയാണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടാവുകയും അതിന് പിന്നാലെ ചില വീടുകളിലേക്ക് വെള്ളം കയറുകയും 1-2 വീടുകളെ അത് ഭാഗികമായി തകർക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തത്. നമ്മൾ രാവിലെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ വീടുകളുടെ പുറകുവശം ഉൾപ്പെടെ തകരുകയും അതിന് പിന്നാലെ വീടിനുള്ളിലേക്ക് തിരമാല അടിച്ചു കയറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ ഒരു 11 മണിയോടുകൂടി കടൽ ഈ തീരദേശ റോഡിലേക്ക് അടിച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായി. കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അത് റോഡിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ പോലീസ് എത്തുകയും പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ കടൽ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. പക്ഷേ രാവിലെ ഉള്ളതുപോലുള്ള അത്ര കടലാക്രമണത്തിന്റെ സ്ഥിതിയിലേക്ക് ഇപ്പോഴില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വൈകിട്ടോടുകൂടി ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ വലിയ രീതിയിൽ തിരമാല ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ തന്നെ നൽകിയതാണ്. കള്ളക്കടൽ പ്രതിഭാസം അത് അതിതീവ്ര തിരമാലകളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം അധികൃതർ നൽകുന്നുണ്ട്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ സാധന സാമഗ്രികളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മത്സ്യബന്ധന വള്ളങ്ങൾ, യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കെട്ടിയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഈ മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഈ അഞ്ചുതെങ്ങിലെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഗോപികൃഷ്ണൻ. അഖിൽ ഷാ, ഈ ആളുകളെ പൂർണ്ണമായി ഇപ്പോൾ നേരത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ തീരമേഖലയിലുള്ളവരുടേത് കണ്ടത് കുട്ടികളെയൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവരവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ്. ഈ കടൽക്ഷോഭം ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ? എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്? മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ കുറെ കൂടി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇവരെയൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യം, അത്തരം സാഹചര്യത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അതിൽ വേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ചൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചനയിലുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മുന്നറിയിപ്പ്, അതായത് ഈ കള്ളക്കടൽ പ്രതിഭാസം അത് ഇന്നും അതുപോലെ തന്നെ നാളെയും ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ കടൽക്ഷോഭം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അഞ്ചുതെങ്ങിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചിലർ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചിലർ അവരുടെ വീടുകളിൽ നിന്ന് മാറാനുള്ള
ചില വിമുഖതകൾ കാണിക്കുന്നുണ്ട്. അത് അവരുടെ വീടിനോടുള്ള സ്നേഹവും അത് എന്തെങ്കിലും അവിടെ സംഭവിക്കുമോ, വീടില്ലാതാകുമോ എന്നുള്ള പേടികൾ കൊണ്ടൊക്കെയാണ്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അവരെ അനുനയിപ്പിക്കാനും അവരെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് തെക്കൻ കേരളത്തിൽ രാത്രി 11:30 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അത് കടലാക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ് തെക്കൻ തീരങ്ങളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം, മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം. 8:30-ക്ക് ശേഷം, അതായത് രാത്രി 8:30-ക്ക് ശേഷം കടലിലേക്ക് പോകരുതെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. കാര്യം അതിശക്തമായ അതിതീവ്രമായ തിരമാലയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് കടലിൽ പോകുന്നത് 8:30-ക്ക് ശേഷം ഒഴിവാക്കണം എന്നുള്ള കർശനമായ ഒരു നിർദ്ദേശവും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉപകരണങ്ങൾ, അവരുടെ ബോട്ടുകൾ, വള്ളങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമായ സ്ഥലത്ത് കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഗോപി. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തെ പൂന്തുറയിൽ നിന്ന്.